പണി അന്വേഷിച്ചിട്ടും പോയില്ലേ? നേരത്തെയാണല്ലോ വരവ്. എന്തേ നേരത്തെ വരാൻ പാടില്ലേ? ഏതായാലും നിങ്ങളെ നേരത്തെ ഒന്ന് നന്നായി. ഒരു 1000 ഉറുപ്പ്യ വേണം. ഇജ്ജെന്താ ആളെ കളിയാക്ക? പൈസ ചോദിക്കുമ്പോ എങ്ങനെ ഈ ആളെ കളിയാക്കലാവുന്നത്? നാളെ കഴിഞ്ഞേ അപ്പോന്റെ ട്യൂഷനിൽ ടൂറ് പോണുണ്ട്. എല്ലാ കുട്ടികളും പോണുണ്ട്. ഓനും പോണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എവിടുന്നെങ്കിലും ഒരു 1000 ഉറുപ്പ്യ ഉണ്ടാക്കി തരാൻ നോക്കി. എടി ജോലിയും കൂയില്ലാത്ത ഞാൻ എവിടുന്ന് എനക്കും എന്റെ മകനും പൈസ ഉണ്ടായി തരുന്നത്? ഇജ്ജല്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണത്. എന്തേലും കണ്ടിച്ചാണ് ഉണ്ടായിക്കളാ. ഞാനല്ലല്ലോ നിങ്ങക്ക് ഇത് പറയാന്. ഈ 4 മാക്സി വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് എന്ത് കാട്ടണം നിങ്ങൾ പറയണത്? വീട്ടിലത്തെ ചെലവും കാര്യങ്ങളും ചില്ലറയാണോ? എന്ത് പറഞ്ഞിട്ട് എന്താ? ഇത് വല്ലതും നിങ്ങൾക്ക് അറിയണോ? ഇതന്നെ അന്വേഷിക്കാൻ വരാത്തത്. വീട്ടില് വന്നാ തുടങ്ങിക്കോളൂ ഓരോന്ന്. ഏടാ ഈ ചോളം നിലക്കി നിർത്തിക്കോ. ഓക്ക് 10 ഉറുപ്പ്യ കിട്ടിണ്ടെന്ന് എല്ലാരും ഓൾ അടിമയാ നിക്ക. അമ്മത് എന്താന്നിട്ട് ഈ പറയണത്? അമ്മ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കൊടുത്തിട്ടാണ് ഓരോ പണിക്കും പോകാതെ മടി പിടിച്ച് നിൽക്കുന്നത് ഇവിടെ. ഇത് എന്റെ മകനാടി. ഓന്റെ കാര്യത്തിൽ ഞാനല്ലാതെ പിന്നെ ആരാ ശ്രദ്ധിക്കുന്നത്? എനക്കറ്റ ശ്രദ്ധ ഉണ്ടോ? ഓളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ. ഒക്കെ കല്യാണം കഴിഞ്ഞപ്പോ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം? എടാ എന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഒന്ന് പറയൊന്ന്. അനക്കൊരു ബിസിനസ് തുടങ്ങിക്കൂടെ? നല്ല കാര്യം. പൈസ ഉണ്ടല്ലോ അതിനൊക്കെ പാടെ. അതിനൊക്കെ ഒരു വഴി ഉണ്ടടാ. വഴി ഒന്ന് പൊയ്ക്കാമ്മ അങ്ങോടന്ന്. എന്തേ അന്റെ ഉളമയില് സ്വർണ്ണല്ലേ? അത് എടുക്കണം. ഇന്ന് അതിനാകും അടുത്ത പൂരം. അതൊന്നും നടക്കൂല. ഇത് തന്നെ എന്റെ പ്രശ്നം. അന്റെ ഓളെ നിലക്കിരുത്തേണ്ട എന്റെ കടമയാണ്. എന്റെ സ്വർണ്ണക്കൂടെ ഒരുക്കാട്ടിക്ക. ഞാൻ എന്തെങ്കിലും ബിസിനസ് നോക്കണം കരുതിക്കാണ്. സ്വർണ്ണോ? ബിസിനസോ? നല്ല കാര്യം. അല്ല, ഇതുവരെ കൊണ്ടുപോയ സ്വർണ്ണൊക്കെ എന്താ കാട്ടിയത്? എന്താടി ഓൻ ചോദിച്ചെടുത്ത തെറ്റ്? ഓള് എന്ത് കാര്യത്തിനാ അല്ലെങ്കിൽ ഓള് നല്ലത് പറഞ്ഞിട്ടുള്ളത്? അണക്കെന്റെ മേലുള്ള സ്വർണം തരാൻ പറ്റുമല്ലേ? അതൊന്നും ആലോചിക്കണം. വീട്ടുകാരും കൂടി ചോദിച്ചിട്ടേ തരാൻ പറ്റുള്ളൂ.